ഫാന്റാസിയ. ഇതിൻ്റെ പേര് തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ഇന്ന് രാത്രി മൊബൈൽ അടിച്ചാൽ ഇതൊക്കെയാ ബൈബിൾ. RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. നിങ്ങൾ വിചാരിക്കുന്നത് കുഞ്ഞുകളിയാന്ന്. 2016 അങ്കമാലിക്കടുത്ത് വലിയ അങ്കമാലി കാലടി റൂട്ട് പേര് ഞാൻ മറന്നുപോയി. കൊരട്ടി ബൈബിൾ കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക 2016. അന്നൊക്കെ ഈ വീഡിയോ വരുന്നത്. അന്ന് ഞാൻ അവിടെ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇനി ബാങ്കിൽ ചെന്നാൽ പാസ്വേഡല്ല, കൈയട ചൂടടിക്കുമ്പോൾ സ്ക്രീൻ തുറന്നു വരും. അവർ പറഞ്ഞ് അവിടെ പ്രസംഗം കേട്ട എല്ലാവരും കൂടെ പറഞ്ഞ് ഇദ്ദേഹത്തിന് എന്തോ തലയ്ക്ക് വട്ടായതാന്ന്. സ്വോത്രം. ഞാനൊന്നും മിണ്ടിയില്ല. 2018 ഇൻഫോസിസ് എല്ലാത്തിൻ്റെ കൈ അങ്ങോട്ട് മേടിച്ച് ഇപ്പോസ് കാത്തിറക്കോ ദണ്ഡമാക്കൻ ജിയോ കാത്തിറക്കോ 4 കിലോ 2 കിലോ പച്ച. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാലക്കാട്ട് ബാങ്കിൽ ചെന്നാൽ ഏത് വ്യക്തിക്കും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാം. കൈയട ചൂട് ക്ലിയർ ആണെങ്കിൽ അവരുടെ കൈരേഖ നേരത്തെ SBI വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തുറന്നു വരും. പാസ്വേഡ് അടിക്കണ്ട. 2016 ഞാൻ പ്രസംഗിച്ചു. 18 തിരുവനന്തപുരം SBI പൂജപ്പര അവിടുത്തെ ഏറ്റവും നല്ലൊരു മാനേജർ, അദ്ദേഹത്തിൻ്റെ ആരോ ഒരു വീഡിയോ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാസ്റ്റർ 2 വർഷം മുമ്പ് പ്രസംഗിച്ചതാ നമ്മുടെ കൈവച്ച ബാങ്കിലെ സ്ക്രീൻ തുറക്കുമെന്ന്. ഇപ്പോൾ ശരിയായെന്ന്. പുള്ളിക്കാർ എവിടുന്ന് നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി നല്ല വിദ്യാഭ്യാസമുള്ള എന്നോട് ചോദിച്ചു, ഈ ബൈബിളിനകത്ത് ഇത്രയും കാര്യമുണ്ടല്ലോ പാസ്റ്ററെ, ഇപ്പം മനസ്സിലാക്കി. അന്ന് പ്രസംഗിച്ച വാക്ക് ഇപ്പോഴും എൻ്റെ നെഞ്ചിനകത്തുണ്ട്. ഇയ്യോബ് 37:7 ഞാൻ കൊരട്ടി പ്രസംഗിച്ച്, താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എവിടെയെന്നറിയുവാ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. സ്വോത്രം. ബാങ്കിങ്ങിൽ നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ ചെറിയ കാര്യമാണ്. അതിൻ്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. മനുഷ്യൻ്റെ ലൊക്കേഷൻ തരും. ഇതിനെ ഈ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു കോഴ്സ് വന്നിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ പരിപാടി എന്തോ ഹ്യൂമൻ ട്രാക്കിംഗ്. ലോകത്തിൽ മനുഷ്യൻ എവിടെയായാലും തരും. അതാ നമ്മുടെ വിദ്യ. വല്ലവരും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സഹോദരി? മിണ്ടുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ശ്രീമതി ടീച്ചർ പറഞ്ഞു, എങ്കിലും എൻ്റെ വിദ്യ നിൻ്റെ മുമ്പ് ഞങ്ങളൊന്നുമല്ലെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. നമ്മളൊന്നുമല്ല. വിദ്യ ഇവിടുന്ന് കോഴിക്കോട്ട് പോയി. അവൾ കാണിച്ചൊരു കുഴപ്പമുണ്ട്. ലൈവ് കാണട്ടെ. ഇതെല്ലാം ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് എനിക്കറിയാം അവരാരും ഒന്നും മിണ്ടിയല്ല. എന്താ കാര്യം എന്നറിയാം. സ്തോത്രം. എന്താ പറ്റിയത്? അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ സിം കാർഡ് ടവർ ലൊക്കേഷൻ കാണിച്ചു. സ്വോത്രം. അതുകൊണ്ട് ആ കയ്യോടെ പിടിച്ച് മറ്റൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, നിഖിൽ തോമസ്. അവൻ കോഴിക്കോട് നിന്ന് വണ്ടി കയറി നല്ല പാട്ട് പാടിക്കൊണ്ടുപോയി. എന്താ പാട്? നമ്മുടെ മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി. കോട്ടയത്ത് വെച്ച് വണ്ടിയിൽ അവനെ വലിച്ചിറക്കി ഏറ്റുമാനൂർ. അന്വേഷിച്ച CA എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, സാറേ എങ്ങനെയാ പൊക്കിയത്? അവൻ കോഴിക്കോട്ട് നിന്ന് കയറിയപ്പോഴേ അവൻ്റെ കയ്യിലെ മൊബൈൽ ഓഫാ. നമ്മൾ വഴി കിടക്കുന്നത് സന്തോഷമില്ല. അതുകൊണ്ട് ഏറ്റുമാനൂർ വന്ന് ചായ കുടിക്കാന്ന് വെച്ചാൽ അവിടെ വെച്ചങ്ങ് ഇറക്കിയെന്ന്. സ്വോത്രം. മൊബൈൽ ഓഫ് ചെയ്താലും സിം കാർഡ് വഴി ടവർ പിടിച്ചു കളയും. സ്വോത്രം. അതുപോലെ അത് മാറാൻ പോകുന്നു. മനുഷ്യൻ്റെ തലച്ചോറ് കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. ഈ ടെക്നോളജിയാ ലോകം കൊണ്ടുവരാൻ പോകുന്നു. RNM. ഇന്നത്തെ കമ്പനിക്കാർ 5 മിനിറ്റിൽ, ഇന്നത്തെ ഇൻഫോസിസ്, അതുപോലെ ടാറ്റ ടെലികോം, അവരെല്ലാം പറയുന്നത് ഇത് ആവശ്യമാണ്. എന്താ കാര്യം? ഒരു വലിയ കമ്പനി ഒരു ചെറുപ്പക്കാരന് നല്ല ജോലി 5 ലക്ഷം രൂപ. മോലാളിക്ക് ഒരു സംശയം. എന്താ? ഇവൻ കമ്പനിക്ക് വരുന്ന ടെൻഡർ വല്ലവർക്കും മറിച്ചു കൊടുക്കുന്നു. ഇവനോട് ചോദിക്കാൻ പറ്റുമോ? നാളെ കസേരയെന്ന് പോകും. അപ്പോൾ അതിനൊരു കാര്യം, യവനെ സാറ്റലൈറ്റ് വെച്ച് മോണിറ്റർ ചെയ്താൽ യവൻ്റെ തലച്ചോറിൽ നിന്ന് ആരോടൊക്കെ ഇടപെടുന്നെന്ന് ക്ലിയർ ആക്കി തരാം. അതുകൊണ്ട് കമ്പനിക്കാരും പറയുന്ന ഈ ടെക്നോളജി വരണമെന്ന് പറയാം. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ. ദുബായിൽ ഒരിക്കൽ ഞാൻ കൺവെൻഷന് പോയപ്പോൾ എൻ്റെ കൂടെ കീബോർഡ് വായിച്ച IPCയിലൊരു മോന. അന്ന് കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റിൽ 4-5 ദിവസത്തേക്ക് ഞാൻ ഉള്ളായിരുന്നു. ആ കോവിഡ് തൊട്ട് മുമ്പിട്ട് അത്യാവശ്യമായി പ്രസംഗിച്ചു. അന്ന് ഇൻ്റർനെറ്റിൻ്റെ അതിവേഗം പറഞ്ഞപ്പോൾ ആ കുഞ്ഞെന്നോടൊരു കാര്യം പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. ബൈബിൾ. ദുബായിൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഈജിപ്തുകാരിയാണ്. അവൾ നല്ലൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ്. ഈ കമ്പനിക്ക്, അവരുടെ ദുബായ് കമ്പനിക്ക് ഇസ്രയേലിൽ പരിശീലനത്തിന് വിട്ടു. ഇസ്രയേലിൽ പരിശീലനത്തിന് ഈ കുഞ്ഞുങ്ങളെ പരിശീലനത്തിന് വിട്ടപ്പം ഈ ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ മാത്രമാണ് ദുബായിൽ നിന്ന് വിട്ടത്. അവൾ അവിടെ ചെന്നു. ഇസ്രയേലിൽ 60 ദിവസം പരിശീലനം നടത്തി. എന്നിട്ട് അവൾ തിരിച്ചു വന്നപ്പോൾ അവരുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാരല്ല ഇസ്രയേലിൻ്റെ കാര്യം ചോദിച്ചു. എന്തോ അവിടെ പരിപാടി കാര്യം 1-2 ദിവസം ചോദിച്ചപ്പോൾ 3-ാം ദിവസം അവൾ ഫോണിക്കൂടല്ല പറഞ്ഞത്, അവൾ മുഖാമുഖം പറഞ്ഞു. 3-ാം ദിവസം വൈകിട്ട് ഇസ്രയേലിൽ നിന്ന് അവിടെ ഫോണിനകത്ത് ഫോൺ വന്ന് എന്താ ചോദിച്ചെന്നറിയാമോ? നീ ഇസ്രയേലിലെ കാര്യം എന്തോ ദുബായിൽ പറയുന്നതെന്ന്. മിണ്ടുന്നില്ല. കാര്യം അത്രയായി. അവളുടെ തലച്ചോറിനെ അവൾ മോണിറ്റർ ചെയ്ത്. സ്വോത്രം. അവൾ ആരോട് ഇടപെടുന്നെന്ന് 2400-ൽ പരം കിലോമീറ്ററുള്ള ഇസ്രയേലിൽ നിന്ന് അവിടെ തലച്ചോറിന് ഇസ്രയേലിലെ സാറ്റലൈറ്റ് ഊറ്റിയെടുത്തു. ഞെട്ടിപ്പോയി അവിടുത്തെ ആൾക്കാർ. സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കിടക്കുന്നു മനുഷ്യൻ്റെ തലച്ചോറിനെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. അതിൻ്റെ പേര് RNM.
റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അതിന്റെ തുടക്കമാ കേരളത്തിലെ AI ക്യാമറ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്ന് കാറെങ്കിൽ സകല മനുഷ്യനെയും കമ്പ്യൂട്ടറിന്റെ മുൻപിൽ കൊണ്ടുവരാൻ പോകുന്നു. അടിമയാക്കി കൊണ്ടുപോകുന്ന അടിമ. അടുത്ത വാക്ക് വായിച്ചാട്ട്. വാളാൽ 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 വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഭയങ്കര സംഭവങ്ങൾ കേരളത്തിൽ വരാൻ പോവാ. ഞാൻ ഇന്നൊരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. കണ്ണൂരും എല്ലാം ട്രെയിനകത്ത് എറി തുടങ്ങി. അടുത്തത് വീണ്ടും ട്രെയിൻ സ്ഫോടനമാണ്. നിങ്ങൾ കാത്തിരുന്നോ? ഇതെല്ലാം സംഭവിക്കാൻ പോവാ. മനുഷ്യന്റെ ജീവൻ യാതൊരു വിലയുമില്ലാതെ വാളാൽ മുറിവേക്കുന്നവൻ വാളാൽ മരിക്കപ്പെടാൻ പോകുന്നു. ഇതെല്ലാം കർത്താവിന്റെ വരവിന് മുമ്പ് നടക്കുക. എന്നാൽ ദൈവസഭയുടെ പ്രത്യാശ വായിച്ചാട്ടെ. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ഒരിക്കൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ പരമയാഗമായെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ രണ്ടാമതും അവൻ മധ്യാകാശത്തിൽ വരും. ഇന്നത്തെ കേരളവും ബൈബിൾ. നമ്പർ 1 ഗൂഗിൾ സംസാരിക്കും. നമ്പർ 2 വണ്ടികളെ മുഴുവൻ മോണിറ്റർ ചെയ്തെങ്കിൽ കർത്താവിന്റെ കർവിൽ കൈവിടപ്പെട്ട് തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. മനുഷ്യന്റെ തലച്ചോറ് കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും. ഹ്യൂമൻ ട്രാക്കിങ്. മൊബൈലും വേണ്ട, സാറ്റലൈറ്റും വേണ്ട. നമ്മളെല്ലാം കൈമുദ്രയിട്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് വഴി ബ്രെയിൻ മാപ്പ് തിരുവനന്തപുരത്ത് എടുക്കുന്നതിനും വേഗത്തിൽ 6G 7G വന്നാൽ മനുഷ്യന്റെ ലൊക്കേഷൻ തല വഴി കാണിച്ചു കൊടുക്കുന്ന അന്ത്യദിനങ്ങൾ ഇവിടെ വരാറായി. 3 കാര്യം കൂടെ ഒരു വാക്യം പറയുമ്പോൾ അവസാനിക്കും. ഇനി സാത്താൻ ലോകത്തോട് സംസാരിച്ചു. 2 ഇന്റർനെറ്റിന്റെ സംഭവം. ഇനി സാത്താന്റെ പ്രതിമ വണങ്ങാത്തവരെ കൊല്ലാൻ പോകുന്നു. വായിക്കാം വെളിപ്പാട് 13:15. വായിച്ചാട്ടെ. വെളിപ്പാട് 13:15 വായിക്കാം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് അവിടെ നിൽക്കട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. ഒരു 10 കൊല്ലം പാലക്കാട് മുമ്പ് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയും പാസ്റ്റർ എന്താ പറയുന്നത്? 2018 ഡിസംബർ മാസം 7-ാം തീയതി സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. പേര് മേരാനാം സോഫിയ. നമസ്തേ ഇന്ത്യ. കരമുയരുന്നില്ലല്ലോ. ഇന്റർനെറ്റ് ഇല്ലാതിരുന്നപ്പോൾ, മൊബൈൽ ഇല്ലാതിരുന്നപ്പോൾ, വയറും കയറും ഇല്ലാതിരുന്നപ്പോൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ 95 വയസ്സുള്ള ഒരു അപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പ്രവചനമാ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം രാത്രികാലം പാലക്കോട്ടുള്ളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കാലം തീരാറായി, കാന്തൻ വരാറായി. ഇത് ബാലരമയല്ല, കുട്ടൂസനല്ല. ഇത് യഹോവയുടെ പുസ്തകമാ. യെശയ്യാ പ്രവചനം എഴുതിയിട്ടുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സോഫിയ സംസാരിക്കുമെന്ന് ബൈബിൾ പറഞ്ഞെങ്കിൽ ദാമേരാനാം സോഫിയ. നമസ്തേ ഇന്ത്യ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. അതിന്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലാൻ പോന്നു. 2 കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. അടുത്ത വാക്ക്. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. കിടക്കുന്ന സാത്താന്റെ പ്രതിമ അന്ത്യദിനങ്ങൾ കണ്ടോ? ഇത് ഇന്ന് സോഫിയ. ഇന്നാൾ അവള് നിയമത്ത് വന്ന് ദാണ്ട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് ഒരുത്തി ഇറങ്ങി. അവളുടെ പേരാ വ്യോമമിത്ര. ദാണ്ട് ISROയുടെ ചെയർമാൻ മലയാളി സോമനാഥ് സാറിനോട് ചോദിച്ചാൽ മതി. അവരുടെ ബാംഗ്ലൂരിൽ ഓപ്പറേഷൻസ് നടത്തുന്നത് ദാണ്ട് ഈ പെങ്കൊച്ച റോബോട്ട്. അന്നമ്മേ ചിന്നമ്മേ മറിയാമ്മ എല്ലാം ഇറങ്ങി. അച്ചായ റീത്ത ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ദാ വരുന്ന സോഫിയ. അത് കഴിഞ്ഞ് നീര. അത് കഴിഞ്ഞ് റാഡ. വ്യോമമിത്ര. ഇന്ന് അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരുണ്ട് മലയാളി. അവന്റെ പരിപാടി എന്താണെന്നറിയോ? സാധാരണ സംഭവമല്ല. റോബോട്ടിന്റെ അകത്ത് ഹാർട്ട് പിടിപ്പിക്കാൻ പോകുന്നു. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. ഇതാണ് ഈ അന്ത്യദിനത്തിൽ വരാൻ പോകുന്നത്. റോബോട്ടിന്റെ അകത്ത് ഹാർട്ട് കൊടുത്താൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അപ്പനോടും അമ്മയോടും ദയുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. പച്ചോളം കിട്ടിയാ ദൈവത്തിന് സ്വോത്രം. അല്ലേ അനാഥ മന്ദിരത്തിലാണ് നമ്മുടെ കാര്യം. സ്വോത്രം. അപ്പൊ ഈ ജനിക്കാത്ത റോബോട്ടിന്റെ അകത്ത് ഹൃദയം കൊടുത്താൽ അവൻ ആരോട് മമത കാണും? അപ്പനോട് മമത കാണുവോ? സമൂഹത്തിനോട് മമത കാണുവോ? വരാൻ പോകുന്നു ഏറ്റവും നിയന്ത്രിതമായ അന്ത്യകാലം. നമ്പർ 1 മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. 2 അതിന്റെ ഇഷ്ടം നമസ്കരിക്കണം. അതാ നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിയന്ത്രിത ബുദ്ധി. ദാണ്ട് റോബോട്ടിന് ഇത്രയും കാര്യം ഉണ്ടാക്കിയാൽ അവന്റെ ഇഷ്ടം അവൻ മനുഷ്യനെ നമസ്കരിക്കണം. പറയാം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോഗ് ദുരാസു സമഭൂമിയിൽ വന്നു. എന്താ നെബൂഖദ്നേസർ? സ്വോത്രകാഴ്ചയല്ല, ഒന്ന് വണങ്ങണം. യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി പിശാചെല്ലാം കാണിച്ച് ടൗൺ പാലക്കാട് ഒന്ന് വണങ്ങണം. സാത്താന്റെ ഇഷ്ടം വണങ്ങുക. ഇന്ന് പകൽക്കാലം യഹൂദൻ ഈ കമ്പ്യൂട്ടറിനെ വണങ്ങുവോ? അല്ലെങ്കിൽ വചനമെടുത്തവർ വണങ്ങുവോ? അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ വണങ്ങാത്തവനെ കൊന്നുകളയും. അതുകൊണ്ട് സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോ. ഗൂഗിളിന്റെ ഏറ്റവും നല്ല മേധാവിയായിരുന്നു ജെഫ്രി ഹിൻഡൻ. റോബോട്ട് ഉണ്ടാക്കിയവ.
കഴിഞ്ഞ 2 മാസത്തിനും വിട്ട് പെന്തിക്കോസുകാരെ ഓൺലൈനിൽ മുഴുവൻ വന്ന് അവൻ സ്ഥലം വിട്ട് കളഞ്ഞു, ഓടിപ്പോയി അവൻ പറയുന്നത് ഈ റോബോട്ട് എന്നെ കൊല്ലുമെന്ന്. സംശയമുണ്ട്, വീട്ടിൽ ചെന്ന് ഇന്ന് രാത്രി മലയാളം വാർത്ത, PP ജെയിംസ് 24, ലോക വാർത്ത, ഏഷ്യാനെറ്റ്, അളകനന്ദ, ഇവർ രണ്ടും എടുത്ത് ഫയൽ നോക്കണം. എന്നിട്ട് ബൈബിൾ നോക്കിയാൽ മതി. ജെഫ്രി ഹിൻഡൻ എന്തിന് രാജിവെച്ചു പോയി? ഈ റോബോട്ട് മനുഷ്യനെ കൊല്ലും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പേടി, റോബോട്ട് മനുഷ്യനെ കൊല്ലും. അതിൻ്റെ തുടക്കമാ ഇന്നത്തെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും. ആര് പിടിക്കും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും? ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാവും ഈ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും. 2018 മോഡി സാറിന് ഇസ്രയേലിൻ്റെ ചാരസംഘടന മൊസാദ് കൊടുത്തു. എന്താ മൊസാദ് കൊടുത്തതെന്നറിയാമോ? സാറ് ലാപ്ടോപ്പ് കയ്യിൽ പിടിക്കരുത്, അസാധാരണമായ മെസ്സേജ് വന്നാൽ ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് മരിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാലക്കാട് വരട്ടെ, വന്ദേ ഭാരത് വരട്ടെ, കയ്യിൽ ലാപ്ടോപ്പ് പോയിട്ട് ഒരു മൊബൈലുമില്ല. ബായോ ബഗനോ സബ്ലോക്കോ വന്ദൻ തൊടത്തില്ല. സ്വോത്രം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ അമേരിക്കയിൽ പോയില്ല, ഇരുമ്പ് കസേരയായിരുന്നു, കയ്യിൽ ലാപ്ടോപ്പ് പോയിട്ട് ഒരു മൊബൈലും ഇല്ല. സ്വോത്രം. പാലക്കാട് വെള്ളത്തിൽ വരുമ്പോൾ പാസ്റ്റർമാരെക്കാളും നല്ലോണം വെള്ളമെടുപ്പും വെള്ളമുണ്ട്, ലാപ്ടോപ്പ് കൊടുത്താൽ പിടിക്കുകയല്ല. സ്വോത്രം. ഇന്ന് നിങ്ങൾ പാലക്കാട് SP-യോടോ DYSP-യുടെ അടുത്തിയല്ലേ, അവർ മേശപ്പുറത്ത് വെച്ച് ലാപ്ടോപ്പ് ഞെക്ക് കയ്യെ പിടിക്കാൻ പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയും ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം തീരുന്ന ഇത് മതിയെന്ന്. സ്വോത്രം. ഈ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പറയാം. 2018 ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ അദ്ദേഹം ഇന്ത്യയോട് പറഞ്ഞ് സാറ് പിടിക്കരുത്. അതാ മോഡി സാർ ബുദ്ധിപൂർവ്വം ചെയ്ത്. ഇന്ന് പ്ലെയിനകത്ത് പോലും പല പ്ലെയിനുകളിൽ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് ഒരു സൈഡിൽ ഇട്ടേക്കണം, തൊടാൻ പറ്റത്തില്ല. ചില സന്ദേശങ്ങൾ വന്നാൽ ലാപ്ടോപ്പ് പൊട്ടിത്തെറിക്കാൻ സാധ്യത. തിരുവല്ലാമലയിലേക്ക് കിടക്കാം. എന്താ ലാപ്ടോപ്പിന്റെ പ്രത്യേകത? കേട്ടോണേ. ലാപ്ടോപ്പിനകത്ത് 5 ഘടകങ്ങൾ. 1 ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, മൈക്രോ പ്രോസസർ. 2 ഞെക്കുന്ന ബോർഡ്. അടിക്ക് ഒരു ബാറ്ററി ഉണ്ട്, ലിഥിയം. അതിൻ്റെ 4 സ്ക്രീൻ. സൈഡിൽ തെളിഞ്ഞു വരുന്ന ഈ TV-ക്കകത്ത് ബൾബല്ല, ചെറിയ മൈന്യൂട്ട് ബൾബുണ്ട്, ലിഥിയം. ഏറ്റവും മൈന്യൂട്ട് ബൾബ് കിടപ്പുണ്ട്, LED ബൾബ്. ഇതാ ഒരു ഘടകം. ഇന്ന് കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുവോ, എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞു തരാം. ചെന്നൈയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാർ പാലക്കാട്ട് ഒരു പെങ്കൊച്ചുമായിട്ട് അടുപ്പം. രാത്രിയിൽ ഒരു മുറിക്കകത്ത് 2 കയറും, ചില കാര്യങ്ങൾ പറയും. കാര്യം പറയുമ്പോൾ പെങ്കൊച്ചിനോട് ചില കാര്യം പറയും, അവൾ അനുസരിക്കത്തില്ല. അവിടെ ഇമെയിൽ ID അവൻ്റെ കയ്യിലുണ്ട്. അവനൊരു വൈറസ് മെസ്സേജ് അയച്ചാൽ നമ്പർ 1 മൈക്രോ പ്രോസസർ ചൂടായാൽ ബാറ്ററിയിലേക്ക് ഷോർട്ട് സർക്യൂട്ട്. അടുത്ത പരിപാടി, ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആയാൽ സ്ക്രീൻ, ഇങ്ക് സ്ക്രീനാണ്, അതിൻ്റെ സൈഡിലിരിക്കുന്ന ബൾബ് അങ്ങ് പൊട്ടും, മനുഷ്യൻ്റെ തലയിലടിച്ച് തീരും. ഞങ്ങളുടെ നാടല്ല, തിരുവല്ലാമല, തൃശ്ശൂർ. കരമുയരുന്നില്ലല്ലോ. ഒരപ്പനും ഒരമ്മയ്ക്കും 8 വയസ്സുള്ള കുഞ്ഞ് ആദിത്യ. ഇതൊക്കെ മനസ്സിലാക്കണം സഹോദരങ്ങള്, വല്ലതും കണ്ടിട്ട്. ഇത് 8 വർഷം മുമ്പ് സൈബർ ഡോട്ടിൽ നിന്ന് എനിക്ക് തന്ന രേഖയാ. ബാറ്ററി പൊട്ടിത്തെറിച്ചു, സാംസങ് നിർത്തുന്നു. കേരള പോലീസ് തന്ന രേഖ ഇത്. അന്നോട്ട് പ്രശ്നമായി. 8 കൊല്ലം മുമ്പ് മൊബൈൽ ചൂടായാൽ ചെന്നൈയിൽ ഒരു കാറിനകത്ത് ഒരു ചെറുപ്പക്കാർ സംസാരിച്ചു, മൊബൈൽ പൊട്ടി. ഇവിടെ തൃശ്ശൂരിൽ വടക്കാഞ്ചേരിയിലൊക്കെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ കത്തി. നിങ്ങളുടെ സ്ഥലമായ തിരുവല്ലാമലയിൽ ഒരപ്പനും ഒരമ്മയ്ക്കുമുള്ള 8 വയസ്സ് മകളുള്ള ആദിത്യ മൊബൈലിനകത്ത് അമിത ഉപയോഗം, ബാറ്ററി പൊട്ടി. അവിടെ വല്യമ്മച്ച് വിചാരിച്ച് കുഴഞ്ഞതെന്നല്ല, ആ ബാറ്ററി പൊട്ടിയപ്പോൾ ആ സ്ക്രീനിൻ്റെ അകത്ത ബൾബ. കേരള പോലീസിന്റെ FIR റിപ്പോർട്ട് എൻ്റെ കയ്യിൽ. അതാ കൊച്ചിൻ്റെ തലേ തുളച്ചു കയറി രക്തസ്രാവം. അവൾ മരിച്ചെങ്കിൽ ഇന്ന് രാത്രി പറ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ട ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 4ാമത്തെ സയൻസ് ബൈബിളുമായിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രസംഗിച്ച കാശ് നിങ്ങൾക്ക് 5000 തരാം. പാലക്കാട് പെട്രോൾ പമ്പ്, അവിടെ ചെന്നിട്ട് മൊബൈൽ വല്ലവർക്ക് സംസാരിക്കാൻ പറ്റുമോ? സമ്മതിക്കത്തില്ല. നിങ്ങളുടെ മൊബൈലിനെ ഇഷ്ടമായിട്ടല്ല, ഇന്ത്യൻ ഓയിലിന് നിങ്ങളുടെ കയ്യിലെ മൊബൈലിൽ അവിടെ എണ്ണ അടിക്കുമ്പോൾ ഒരു അസാധാരണ മെസ്സേജോ കാളോ വന്നാൽ അതിനകത്തൊരു സ്പാർക്ക് ഉണ്ടായാൽ, ഗണ്ണിനകത്ത് തീ പിടിച്ചാൽ പാലക്കാട് തീകോളമാകും. കഴിഞ്ഞ ദിവസം മാതൃഭൂമി മനോരമ കർണാടകത്തിലെ തുംകൂരിൽ, കേൾക്കണേ, 18 വയസ്സുള്ളൊരു പെങ്കൊച്ച് പെട്രോൾ അടിക്കാൻ വന്നു, മൊബൈലിൽ സംസാരിച്ചു, തീ. പെട്രോൾ പമ്പിൽ ആ സ്കൂട്ടറിലെ പെങ്കൊച്ച് കത്തിപ്പോയി. പെട്രോൾ പമ്പുകാർ ഓടിപ്പോയി. ഞങ്ങളുടെ ബൈബിളിനകത്തിരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവൻ നിറവേറുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കൂ. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൽ അവൻ അധികാരം ലഭിച്ചു. അടുത്ത ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സോഫിയയുടെ മൂത്ത ചേച്ചി എവിടെ കൊണ്ടുവരും? യെരുശലേം ദൈവാലയത്തെ കൊണ്ടുവരും. യഹൂദൻ റോബോട്ടിനെ വണങ്ങുമോ? ഇല്ല.
എതിർ ക്രിസ്തു വെള്ളക്കുതിര. ആദ്യം അവൻ സമാധാനം, പിന്നെ റോബോട്ടിനെ വെക്ക്. അവൻ ദൈവാലയത്തിൽ നിന്ന് ദൈവം വന്ന് നടിച്ചുകൊണ്ട് സംസാരിക്കും. യഹൂദന്റെ ഇരിക്കുന്ന പഴയ തോറയുടെ ന്യായപ്രമാണമാണ്. അത് സീനായിൽ മോശയെ കൊണ്ടുപോയി 750 പ്രമാണം, 10 കൽപ്പന. പുറപ്പാട് 24 മേലാകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിന്റെ യാതൊന്നിന്റെ വിഗ്രഹത്തെ വണങ്ങരുത്. അന്ന് യഹൂദൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ഈ വിഗ്രഹത്തെ വണങ്ങത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ എന്തോ ചെയ്യുമെന്നറിയാമോ? അവന്റെ തലയറത്ത് വീഴ്. ആ കാലഘട്ടത്തിലെ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. മക്കളെ, വചനം അങ്ങോട്ട് മനസ്സിലാക്കട്ടെ. അന്ന് യഹൂദൻ നിലവിളിച്ചോടും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, യോഹന്നാൻ 9:4 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തിയാട്ടെ. ഇതൊക്കെ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥം, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കേരളത്തിൽ നടന്നത് മാത്രമേ ഞാൻ എടുത്തോളൂ. സോഫിയ, അതിനുശേഷം അതിൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത്. ഇന്ന് ഇന്റർനെറ്റ് മർഡർ. എങ്ങനെ കൊല്ലും ഞാൻ പറഞ്ഞുതരാം. ഒരു വാക്കൂടെ, ഒരു മിനിറ്റ് കേൾക്കണം. ഞങ്ങളിവിടെ മൈക്ക് ഉപയോഗിക്കുന്നു. എങ്ങനെ? ദാണ്ട് ഇവിടെ ആംപ്ലിഫയർ ഇരിപ്പുണ്ട്. ഞാനും പാസ്റ്റർ മോനും ഒക്കെ ഒരുമിച്ച് പാടുമ്പോൾ നമ്മുടെ ശബ്ദം കൂടിയാൽ ആംപ്ലിഫയറിൻ്റെ അകത്തെ റെസിസ്റ്റൻസ് പുകയും, താങ്ങാതെ. അതുപോലെ വൈറസ് മെസ്സേജ് വരും. അതുകൊണ്ടാണ് ഇന്നത്തെ BSNL ചില കമ്പനികളും പറയുന്നു, നിങ്ങൾ അറിയാത്ത മെസ്സേജ് ഓപ്പൺ ചെയ്യരുത്, അറിയാത്ത നമ്പറിൽ നിന്ന് വന്നാൽ കോൾ എടുക്കരുത്. നിങ്ങളുടെ സിസ്റ്റത്തെ തകർക്കാൻ സാധ്യതയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. കോവിഡ് കാലത്ത് നമ്മുടെ വഴിയാധാരമായ ആധാറും കൊണ്ടുപോയി, മൊബൈൽ നമ്പറും കൊണ്ടുപോയി. സ്വോത്രം. എല്ലാം കൈവച്ചെങ്കിൽ അവൻ്റെ പ്രതിമ, ഇനി സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു. ഇന്ന് നമ്മുടെ സഹോദരിമാരെല്ലാം വൈകിട്ട് ടെലിവിഷൻ കാണാനിരിക്കത്തില്ലേ? കറുത്തമുത്തും ചന്ദനമഴ ശ്രീയൊരു സാന്ത്വനം കണ്ടുകൊണ്ടിരി. കർത്താവിൻ്റെ വരവിൽ മുഖം കറുത്തു. സ്വോത്രം. മിണ്ടുന്നില്ല. ഇതെല്ലാം കാണാനിരിക്കും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തും ടെലിവിഷനകത്തും ഇപ്പോൾ ഓണം ഓഫർ, പോത്തീസിൻ്റെ പരസ്യം കഴിഞ്ഞിട്ട് അമ്മമ്മ ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ മാസവരിയും കഴിഞ്ഞിട്ട് വാർത്ത വരത്തുള്ളൂ. ഇപ്പോൾ സിസ്റ്റം പറയുന്നു 2040 സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും. ഈ ലാപ്ടോപ്പിൽ ക്യാമറ. വണങ്ങാത്തവരെ, അവൻ്റെ ഇഷ്ടമാനാധന വണങ്ങാത്തവരെ ഒരേ സമയം BSNL 10,000 മെസ്സേജ് അയക്കുന്നത് പോലെ മെസ്സേജ് അയച്ച് ഇന്റർനെറ്റ് മനുഷ്യനെ കൊല്ലും. അതിൻ്റെ പേരാ ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. മീഡിയ 1, ഏഷ്യാനെറ്റ് 24 ഇതെല്ലാം റെഡിയാക്കി ഓടിപ്പോയി. ചെറുപ്പക്കാരൻ, ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ ജെഫ്രി ഹിൻഡൻ റോബോട്ടിനെ ഉണ്ടാക്കിയവൻ്റെ തലവൻ പറഞ്ഞു, എന്നെ ഇത് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്, നിയന്ത്രണത്തെ ഞാൻ ഓടുകയാ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുവാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പ്രതിമ ഞങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വരും. ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. പാലക്കാട് ഫുൾ ഗോസ്പൽ ചർച്ച് സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റുവാൻ യേശു വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി രക്ഷയുടെ പാനപാത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സ്വോത്രം. ഇനി കാലം അധികമല്ല. കാന്തൻ്റെ വരവെടുത്തു പോയി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇന്ന് രാത്രി അവനിൽ ആര് വിശ്വസിക്കും? എന്താ പ്രമാണം? ന്യായപ്രമാണം. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ഏടുകൾ എന്താ? ഒരു പൈതൽ പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം. ഒരു പെൺകുട്ടി പാപം ചെയ്താൽ അവളെ ആ പാളയത്തിൽ കൊണ്ട് തീ വെച്ച് തട്ടണമെന്ന് പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൽ ഒരപ്പച്ചനുണ്ട്. എന്താ കാര്യം? ധൂർത്തപുത്രൻ. എല്ലാവരും അവനെ വിളിക്കും. അവനെവിടെ പോയി? സ്വത്തും മുതലും എല്ലാം മേടിച്ചു. അപ്പം അവിടെ പോയി പന്നിയുടെ പോയത് നല്ല കൂട്ടുകാർ, ഇഷ്ടം പോലെ പണം, നാട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. പൈസ പോയി. അവസാനം ഇപ്പം മൊബൈലും ഇല്ല, കാര്യമില്ല, പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുക. അവൻ അപ്പൻ്റെ വീട്ടിനെ പറ്റി ഒരു സുബോധം വന്നു. ആരും അറിയാതെ അവൻ എഴുന്നേറ്റ് നടന്നു. ദൂരെ നിന്ന് അപ്പൻ അവനെ കണ്ടു. അവനെ കെട്ടിപ്പിടിച്ചു. അവനൊരു വാക്ക് പറഞ്ഞു, അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണമെങ്കിൽ അവിടെ വെച്ച് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതാ ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണവുമായി അപ്പൻ ആ മകനെ ചേർത്ത് പിടിച്ചു. ഇതാണ് കാൽവറിയിലെ സ്നേഹം. കരമുയർത്തിയാട്ടെ. ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു. 2,
ഇന്ന് രാത്രി പട്ടണം മുഴുവൻ പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. പാലക്കാട്ടെ മുതലാളിമാർ മൊത്തം ഉണ്ട്, പരീശന്മാർ എവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യേശു അവിടെ നിന്ന് നിലത്തിൽ പേരെഴുതി. ഒറ്റ കുഞ്ഞു ലവന്മാരെല്ലാം കൈകാര്യം ചെയ്ത സ്ഥലം വിട്ടു. സ്വോത്രം. യേശു അവിടെ നിൽപ്പുണ്ട്. ആ കുഞ്ഞിനോട് യേശു പറഞ്ഞു, മോളെ, ഇനിമേൽ നീ പാപം ചെയ്യരുത്. പഴയ നിയമം ഒരു പെങ്കൊച്ച് പാപം ചെയ്താൽ അവളെ പാളയത്തിൽ ചുട്ടുകൊല്ലണം. എന്നാൽ പുതിയ നിയമത്തിലെ നല്ല അപ്പൻ അവളുടെ കരം കൊടുത്തിട്ട് പറഞ്ഞു, ഇനിമേൽ പാപം ചെയ്യരുത്. ഇന്ന് രാത്രി പറ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു കർത്താവിനെയാ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സഹോദര സഹോദരി, അറ്റ് ഓൺലൈൻ ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഞാനൊരു പാപിയാണെന്ന് മുടിയമ്പുത്രൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ വന്ന് പറയുവാൻ തയ്യാറുണ്ടെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കായി എൻ്റെ യേശുവിന് ബാക്ക് ഹിസ്റ്ററിയേ വേണ്ട. സ്വോത്രം. നിന്റെ പഴയ പാരമ്പര്യവും ചരിത്രവും വേണ്ട. കുഞ്ഞെ, ഇന്ന് പകൽക്കാല വചനം കേൾക്കുന്ന മകളെ, നീ ഒരു പാപിയാണോ? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു കാൽവറി മല ഉയർന്നിട്ടുണ്ട്. കടന്നു വാ. ആ കാൽവറി മലയിലേക്ക് കടന്നു വന്ന് അവൻ്റെ പാതാരബിന്ദങ്ങളിലേക്കൊന്ന് പറഞ്ഞ്, ഞാൻ പാപിയ. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. പഴയ നിയമത്തിൻ്റെ ലേവ്യ പുസ്തകത്തിൻ്റെ യാഗം 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. കാല് കൂട്ടിക്കെട്ടിയിരിക്കുക. കാല് കൂട്ടിക്കെട്ടിയ 2 പ്രാവുകളെ അതിനകത്തിരുത്തും. കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു പ്രാവിൻ്റെ കഴുത്തിനകത്ത് പുരോഹിതൻ കാത്തി വെച്ച് അറക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാം? ആ പ്രാവിൻ്റെ തലയിഞ്ഞ് പിടിക്കും. രക്തം എങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞൊഴിക്കും. കൂടെ ഇരിക്കുന്ന പ്രാവ് പിന്നെ മിണ്ടത്തില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ആ രക്തം പൂർണ്ണമായി യാഗപീഠത്തിൽ വീഴുമ്പോൾ പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് ആ കാലിന്റെ സൈഡിലുള്ള കെട്ടിനൊരു അറപ്പ് കൊടുക്കും. പ്രാണരക്ഷാർത്ഥം ഈ കുറുപ്രാവ് ഓടും. പാലക്കാട് പട്ടണത്തിലല്ല, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, അമ്മച്ചിമാരെ, ജാതി വിട്ട് കൂട് വിട്ട് നാമതയെ കൂട്ടം വിട്ട് കർത്താവിന്റെ വചനപ്രകാരം ഇറങ്ങിയെങ്കിൽ ആരും നിങ്ങളുടെ മുഖം കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുഖം കാണുന്ന നല്ല നാഥൻ വരാറായി. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവസാനിപ്പിക്കാൻ പോവുക. ടൈറ്റാനിക്കിന് രാവിലെ ഞാൻ പറഞ്ഞു, എന്താ ടൈറ്റാനിക്കിന്റെ പ്രത്യേകത? സ്വോത്രം. ടൈറ്റാനിക്കിനെ അന്വേഷിച്ച് 5 പണക്കാർ പോയി. ആരൊക്കെയാ? ബ്രിട്ടനിലെ വ്യവസായി, ഒരു പാകിസ്ഥാൻകാരൻ, ദുബായിക്കാരൻ. 5 വ്യവസായികൾ പോയി. ഏതാ? ഓഷ്യൻ ടൈറ്റാനിക്. എല്ലാവരും വായിക്കണം. 5 ദിവസത്തെ എയർവായിട്ടാണ് പോയത്. ടൈറ്റാനിക്കിന്റെ 457 ദൂരം വെച്ച് പണക്കാരന്റെ പേടകം പൊട്ടി തകർന്നു പോയി. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ ഇളക്കുമെങ്കിൽ നിന്റെ പണവും മാനവും സമ്പത്തും സെക്കൻഡ് കൊണ്ട് തകരത്തേ ഉള്ളു. മടങ്ങി വാ കാൽവറിയിലേക്ക്. തീർന്നില്ല. അതൊരു സൈഡിൽ കണ്ടു. ബാക്കി പാലക്കാട്ടുകാർ വായിച്ചില്ല ഒരു കഥ. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു വിമാനം സെസ്ന. എതിലാ പോയെ? കൊളംബിയൻ വഴി ആമസോൺ കാടുകളിൽ വിമാനം തകർന്നു. എത്ര പേരാ കഥ വായിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. സകല പത്രത്തിലും ഉണ്ടായിരുന്നു. അമ്മ അവിടെ മരിച്ചു, പൈലറ്റ് മരിച്ചു, ഇവരെ രക്ഷപ്പെടുത്താമെന്ന ആദിവാസി മൂപ്പനും അവിടെ മരിച്ചു. 4 കുഞ്ഞുങ്ങൾ. ഒന്ന് 14 വയസ്സുകാരിയായ ഒരു മോൾ, മറ്റേത് 11 വയസ്സുകാരിയായ ഒരു മോൾ, അടുത്തത് 9 വയസ്സുകാരിയായ ഒരു മോൾ. ഇളയ ആൺകുഞ്ഞ് 11 മാസം പിച്ച വെച്ച് കയ്യിലിരിക്കുക. 40 ദിവസം വനാന്തരത്തിൽ അവർ നടന്നു. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എന്ന് മനസ്സിലാക്കണം. ആമസോണിന്റെ കാടിനെ പറ്റി എനിക്കറിയാം. കൊത്തി വലിക്കുന്ന പാമ്പ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ പെരുമഴയാ. ആര് വഴി നടത്തി? മലയാളത്തിൽ ഒറ്റ ചാനലുകാർ ആ വാർത്ത കൊടുത്തില്ല. ഇവരെ മിലിറ്ററിക്കാർ പിടിച്ച് 40-ാം ദിവസം പട്ടാളക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ മൂത്ത മോടെ കയ്യിൽ ട്രിപ്പ് ഇടുമ്പോൾ ആ ഒരു പെങ്കച്ചനോട് BBC-യുടെ ലേഖ ചോദിച്ചു, ഹൂ ഈസ് റൂട്ടഡ് ലാസ്റ്റ് 40 days ഇൻ ആമസോൺ ഫോറസ്റ്റ്? ആരാ നിങ്ങൾ 40 ദിവസം ആമസോണിൽ വഴി നടത്തിയ? ട്രിപ്പ് കയറിയ പെങ്കൊച്ച് പറഞ്ഞ കാര്യമുണ്ട്. ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിത്തിങ്. ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം വഴി നടത്തി. ഇന്ന് പാലക്കാട് ഫുൾ ഗോസ്പൽ ചർച്ചിൽ പറയണം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുക. ലോകത്തിലെ സമ്പന്നന്മാർ സമുദ്രത്തിൻ്റെ അടിയിൽ സെക്കൻഡ് കൊണ്ട് പെട്ടകത്തിനകത്ത് പൊട്ടി അവർ സമുദ്രത്തിനകത്ത് പോയി ഡെഡ് ബോഡി പോലും കിട്ടാതായപ്പോൾ 4 പിഞ്ചു കുഞ്ഞുങ്ങൾ കാട്ടിനകത്ത് വഴി നടത്തുക. സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ അന്ത്യം വരെ വഴി നടത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി
7 അടിസ്ഥാന ഉപദേശമുള്ള ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങിസ്നാനമേറ്റ് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് തിരുമേശയിൽ പങ്കാളിയാകുന്ന ദൈവകുഞ്ഞിനെ ചേർക്കാൻ യേശു വരാറായി. ഈ സത്യവചനം കേട്ടിട്ട് ഇനി കാലം അധികമല്ല. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒറ്റ വാക്യം വായിച്ചുകൊണ്ട് നാം എല്ലാം മടങ്ങി വരാം. അന്വേഷണം ആരാധനയ്ക്ക് വേണ്ടി പോകാം. വായിക്കാം കുഞ്ഞ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-5 ബൈബിളുള്ളവരെല്ലാം എടുത്താട്ടെ. എങ്കിലും എഫെസോസഭയോട് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അവിടെ നിൽക്കട്ടെ, മാറ്റല്ലേ സഹോദരങ്ങളെ. നമ്മളെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാ. ഒരു കാലത്ത് നമുക്ക് വീടില്ല, കാറില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യത്തൊക്കെ കൊണ്ടുപോയി. പാലക്കാട്ടിപ്പം പാർക്കാൻ വീടും അത്യാവശ്യ കാശൊക്കെ കിട്ടി. ആദ്യ സ്നേഹം നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. പെയ്ത്തോമി വന്ന സന്തോഷത്തോടെ ഹല്ലേലൂയ പറയുന്നുണ്ടോ? കോവിഡൊക്കെ മാറി ഒരു കൈ കൊടുക്കുന്നുണ്ടോ? സിസ്റ്റർ സുഖമായിരിക്കുന്നു, അല്ലെ ബ്രദറെ സുഖമായിരിക്കുന്നു, അച്ചായ സുഖമായിരിക്കുന്നു. ആദ്യ സ്നേഹം കളയരുത്, മടങ്ങി വരിക. എങ്കിലും ആദ്യ സ്നേഹം. അടുത്ത വാക്ക് നമുക്ക് വായിച്ചാട്ടെ. ഒരു കുറവ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത്, വീണിരിക്കുന്നുവെന്ന് ഓർത്ത്. അടുത്ത മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇറങ്ങിയ കാലത്തുള്ള വിശ്വാസവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുക. ആദ്യ പ്രവൃത്തി ചെയ്യുക. ദൈവസഭ എഫെസോസ്. അടുത്ത വാക്ക്. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നെല്ലിൽ നിന്ന് നീക്കുകയും ചെയ്യും. മതി. നീ മാനസാന്തരപ്പെടാതെ കഠിന ഹൃദയമായി ഫറവോന്റെ ഹൃദയമായി നിന്നാൽ കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകും. സത്യവചനം കേട്ട് മടങ്ങി വന്ന ദൈവസന്നിധിയിൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കുറവ് വന്നു പോയി, ഒന്ന് ക്ഷമിക്കണം. അങ്ങയുടെ വരവ് എപ്പോഴാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ നാഥൻ വരാറായി. ഞങ്ങളെപ്പോലെ പ്രാസംഗികർ താഴട്ടെ, പാസ്റ്റേഴ്സ് താഴട്ടെ, സെൻട്രൽ പാസ്റ്റർമാർ താഴട്ടെ, ദൈവത്തിൻ്റെ മക്കൾ താഴട്ടെ. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. എൻ്റെ സന്ദേശം അവസാനിക്കാറായി. ഒരിക്കൽ കൂടി ഫുൾ ഗോസ്പലിനോട്, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി ആ രക്ഷയുടെ പാനപാത്രം എടുത്ത് സഭയാ മണവാട്ടിയെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. എഴുന്നേൽക്കാം. കരങ്ങളെ അടിച്ചുകൊണ്ട് വീശുക. ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നു നേടുവാൻ ശാലേമിന്റെ രാജൻ, സമാധാനത്തിന്റെ പ്രഭുവായി നമ്മുടെ കർത്താവ് വരാറായി. എല്ലാവരും വന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ പട്ടണം ഉണരട്ടെ. ഇനിയും അനവധി യോഗങ്ങൾ നടക്കുക. ദൈവസന്നിധിയിൽ ആയിരങ്ങൾ യേശുവിനെ കാണുവാൻ ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് ഈ പട്ടണത്തിൽ വ്യാപരിക്കുക. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. ആണ്ടവരിൽ വല്ലമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ആലയത്തിനകത്ത് വെളിപ്പെടുവാൻ എല്ലാ കരങ്ങളും അടിച്ച് ദൈവാവി പകർന്നിടുവാൻ ഈശുവായി തോട്ടത്തിനുള്ളിൽ ദൈവാവി പകർന്നിടുവാൻ ദൈവമുള്ള പാട്ട് പാടുവാൻ സാക്ഷി കൊള്ളുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് ദൈവമുള്ള പാട്ട് പാടുവാൻ സാക്ഷി കൊള്ളുവാൻ ദൂതറിയിപ്പാൻ സഭയുണരുവാൻ ശക്തിയോടെ ക്രിസ്തുവിൽ ശക്തിയോടെ വിശ്വാസം കൂടട്ടെ എല്ലാ വായികളും പ്രത്യാശയോട്
എല്ലാ കരങ്ങളും അടിച്ച് പ്രത്യാശയോട് ഈ വട്ടികൾ പ്രത്യാശയോട് ശോഭയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. സോദരാ പ്രത്യാശയോട് എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. ശക്തിയോടെ ഉണർവോട് എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ്. അത്ഭുതങ്ങൾ ദൈവത്തെ ആരാധിച്ചാണ്. വെട്ടകൾ പൊട്ടുന്ന രാത്രി, രാത്രി ഓരങ്ങൾ മാറുന്ന രാത്രി, ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ, ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ അത്യാഘാതത്തിൽ എല്ലാ മക്കളും ആരാധിച്ചാണ്. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും, എല്ലാ ഹാർട്ട് അറ്റാക്കുകളും സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിൻ നാമത്തിൽ ഈ രാത്രി അടിയട്ടെ. അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്. ശക്തിയോട് ഉണർവോട് ശാപകെട്ടുകൾ മാറ്റുന്ന, രോഗകെട്ടുകളെ മാറ്റുന്ന, കാൽവരിയിൽ അടിപിണരുന്ന ധര അനേകം പേരിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരാ അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്, ആദര തുറന്ന് ആരാധിച്ചാട്ട്. എല്ലാ മന്ത്ര തന്ത്രവാദ ശക്തികളും, എല്ലാ ദുർത്തന്റെ പോരുകളും ഇന്ന് രാത്രി അഴിയുന്ന രാത്രി കൃപയേ 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 കൃപയേ. Yes, Lord, the wonderful moments, the precious moments, the mighty presence of Holy Spirit. Come to the church, go the church, Holy Spirit, go the surrounding. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ. നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി ഈ മക്കളുടെ മേൽ അങ്ങയുടെ ദിവ്യകരം തൊട്ടതിനായി നന്ദിയപ്പാ. Oh Lord, hallelujah. Yes. നന്ദി പിതാവേ, ഈ മക്കളോട് കരുണ കാണിച്ചതിനായി നന്ദിയപ്പാ. Thank you Lord. പീലാത്തോസിന്റെ അരമന, രണ്ട് കൂടുകൾ അവിടെ ഉണ്ട് മക്കളെ. ഒന്നിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, മറ്റേതിൽ ബറബാസ്. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കാം, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. ബറബാസിനെ വിട്ടു തരിക. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ബാക്കി ആരും സുവിശേഷകർ പ്രസംഗിക്കാറില്ല. പുറത്തെ ചരിത്രമുണ്ട്. ഉച്ച കഴിഞ്ഞ് ബറബാസിനെ വിട്ടു. ബറബാസ് കൂട്ടിന് പുറത്തിറങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, യേശു അവിടെ? അവര് പറഞ്ഞു, അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവൻ ഓടി. കാൽവറി മലയിൽ ദൂരെ നിന്ന് കണ്ടത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു പരമയാഗമായി കിടക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, അവൻ നെഞ്ചത്ത് കൈവച്ച് കരമടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരുക്കി ഒരു ക്രൂശ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് അവനിൽ യാതൊരു കുറ്റവുമില്ല. അവസാനമായി അവൻ കാൽവറിയിലേക്ക് ഓടിച്ചെന്നു. യേശു ക്രിസ്തുവിന്റെ ചേതനയറ്റ കാലിനകത്ത് കെട്ടിപ്പിടിച്ചു. അവൻ ഇങ്ങനെ കരഞ്ഞെന്നാ പറഞ്ഞു, നിന്റെ വിലാപ്പുറത്ത് കുത്തിയ രക്തം എന്നെ ഒന്ന് കഴുകണമേ. രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമുക്ക് പുകഴുവാനുള്ളത് കാൽവറി മാത്രമാണ്.
സഹോദര സഹോദരി, ഓൺലൈനിൽ ആരെങ്കിലും ഞങ്ങളെ കാണുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കരമുയർത്തിയാട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ നാഥൻ കാൽവറിയിൽ പരമയാഗമായി. ഓ ബാശാൻ കൂറ്റന്മാർ എന്നെ വളർന്നു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓടിയിട്ടു, എന്റെ അസ്ഥികളൊക്കെ തൂകിപ്പോകുന്നു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിക്കുവാൻ കയ്പ് കാടി തന്നു. പിതാവിന്റെ സന്ധിയിൽ സമൃദ്ധി ഏലി ഏലി ലമ്മാ ശബത്താനി. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. സകലത് നിവർത്തിയായി. ഇതുപോലൊരു മരണ ഉലകം കണ്ടിട്ടുണ്ടോ? ഒരു പടയാളി കുന്തമെടുത്തു, യേശുവിന്റെ വിലാപ്പുറം കുത്തി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി. ഇന്ന് രാത്രി ഏകദിന കണ്ടത്തിൽ ആരും കരമുയർത്തും. ഹാബേലിന്റെ രക്തത്തേക്ക് ഗുണകരമായി സംസാരിക്കുന്നു. പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ഉണ്ടെങ്കിൽ കരമുയർത്തണ്ട. നിങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് വാ. ബറബാസ് പാതാരവിന്ദങ്ങളിൽ കെട്ടിപ്പിടിച്ചതുപോലെ ഇതിന്റെ പേര് തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ഇന്ന് രാത്രി മൊബൈൽ അടിച്ചാൽ ഇതൊക്കെയാ ബൈബിൾ. RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. നിങ്ങൾ വിചാരിക്കുന്നത് കുഞ്ഞുകളിയാന്ന്. 2016 അങ്കമാലിക്കടുത്ത് വലിയ അങ്കമാലി കാലടി റൂട്ട് പേര് മറന്നുപോയി. കൊരട്ടി ബൈബിൾ കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക 2016. അന്നൊക്കെ ഈ വീഡിയോ വരുന്നത്. അന്ന് ഞാൻ അവിടെ ബാങ്കിങ് മേഖല ജോലി ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇനി ബാങ്കിൽ ചെന്നാൽ പാസ്വേഡ് അല്ല, കൈയട ചൂടടിക്കുമ്പോൾ സ്ക്രീൻ തുറന്നു വരും. അവർ പറഞ്ഞ് അവിടെ പ്രസംഗം കേട്ട എല്ലാവരും കൂടെ പറഞ്ഞ് ഇദ്ദേഹത്തിന് എന്തോ തലയ്ക്ക് വട്ടായതാന്ന്. സ്വോത്രം. ഞാനൊന്നും മിണ്ടിയില്ല. 2018 ഇൻഫോസിസ് എല്ലാത്തിൻ്റെ കൈ അങ്ങോട്ട് മേടിച്ച് ഇപ്പോസ് കാത്തിരക്കോ ദണ്ഡമാക്കൻ ജിയോ കാത്തിരക്കോ 4 കിലോ 2 കിലോ പച്ച. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാലക്കാട്ട് ബാങ്കിൽ ചെന്നാൽ ഏത് വ്യക്തിക്കും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാം. കൈയുടെ ചൂട് ക്ലിയർ ആണെങ്കിൽ അവരുടെ കൈരേഖ നേരത്തെ SBI വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തുറന്നു വരും. പാസ്വേഡ് അടിക്കണ്ട. 2016 ഞാൻ പ്രസംഗിച്ചു. 18 തിരുവനന്തപുരം SBI പൂജപ്പര അവിടുത്തെ ഏറ്റവും നല്ലൊരു മാനേജർ, അദ്ദേഹത്തിൻ്റെ ആരോ ഒരു വീഡിയോ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാസ്റ്റർ 2 വർഷം മുമ്പ് പ്രസംഗിച്ചത് നമ്മുടെ കൈവച്ച ബാങ്കിൽ